ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാനും ഉത്തര കൊറിയയ്ക്കും താക്കീത് നൽകിക്കൊണ്ട് G8 ഉച്ചകോടിക്ക് അവസാനം. യൂറോപ്പിലെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് ഒബാമ. അപൂർവമായി മാത്രം നടക്കാറുള്ള വലയ സൂര്യഗ്രഹണം ലക്ഷക്കണക്കിന് പേർ വീക്ഷിച്ചു. റൂംമേറ്റിന്റെ സ്വകാര്യ നിമിഷങ്ങൾ രഹസ്യ ക്യാമറയിൽ പകർത്തിയ കേസിൽ ദാരുൺ രവിക്ക് 30 ദിവസത്തെ ജയിൽ ശിക്ഷ. ഞാൻ മനോജ്. വാർത്തകൾ വിശദമായി. ആണവ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്ന ഇറാനും ഉത്തര കൊറിയയ്ക്കും താക്കീതുമായി G8 ഉച്ചകോടിക്ക് അമേരിക്കയിൽ അവസാനമായി. ഇന്ധന ലഭ്യത ആഗോളതലത്തിൽ ഉറപ്പുവരുത്താനും ഉച്ചകോടിയിൽ തീരുമാനമായി. ആണവായുധ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ഇറാനും ഉത്തര കൊറിയയ്ക്കുമെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് G8 ഉച്ചകോടി പ്രഖ്യാപിച്ചു. ആഗോള വിപണിയിലെ എണ്ണ ലഭ്യത സമയബന്ധിതവും പൂർണ്ണവുമായ വിതരണത്തിലൂടെ ഉറപ്പുവരുത്തുമെന്ന് 8 സമ്പന്ന രാജ്യങ്ങളുടെ ഉച്ചകോടി വ്യക്തമാക്കി. ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ അമേരിക്കയിലെ ക്യാമ്പ് ഡേവിഡിലാണ് ലോകത്തെ വൻ ശക്തികളുടെ സമ്മേളനം നടക്കുന്നത്. യൂറോപ്യൻ സാമ്പത്തിക പ്രതിസന്ധിയും സൈനിക നടപടി അവസാനിപ്പിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗവും പ്രധാന ചർച്ചയായ വേദിയിൽ ഊർജ്ജ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളും പരാമർശിക്കപ്പെട്ടു. ഇറാന് സമാധാനപരമായ ആണവ പരിപാടികൾക്ക് അവകാശമുണ്ടെന്ന് അംഗീകരിച്ച ക്യാമ്പ് ഡേവിഡ് പ്രഖ്യാപനം ആണവായുധം വികസിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. ലോക എണ്ണ വിപണി തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നും ദൗർലഭ്യമില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും സംയുക്ത പ്രസ്താവന വ്യക്തമാക്കുന്നു. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഷ്ടപ്പെടുന്ന ഗ്രീസിനെ യൂറോപ്യൻ യൂണിയനിൽ നിലനിർത്താൻ യൂറോപ്പിൽ നിന്നുള്ള അംഗരാജ്യങ്ങൾ യോജിപ്പിലെത്തി. കൂടുതൽ പ്രകോപനമുണ്ടാക്കരുതെന്ന് ഉത്തര കൊറിയയ്ക്ക് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സിറിയയിലെ പ്രതിസന്ധിക്ക് പരിഹാരമായി കോഫി അനന്റെ സമാധാന പരിപാടിക്ക് G8 പിന്തുണ പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാനിലെ പിന്മാറ്റം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കാൻ നടപടികളെടുക്കാൻ ധാരണയായിട്ടുണ്ട്. അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി, കാനഡ, റഷ്യ എന്നിവയാണ് G8 അംഗങ്ങൾ. മിസിസിപ്പി ജയിലിൽ കലാപം. ഇതിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജയിൽ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ വച്ച് ഇന്ന് മരണമടഞ്ഞു. മിസിസിപ്പിയിലെ ജയിലിലുണ്ടായ കലാപത്തെ തുടർന്ന് പരിക്കേറ്റ ജയിൽ ഉദ്യോഗസ്ഥൻ മരിച്ചു. സംഘർഷം നിയന്ത്രണ വിധേയമാക്കുന്നതിനിടെ തലക്കേറ്റ പരിക്കാണ് മരണകാരണം. ഞായറാഴ്ച വൈകിട്ട് 2:40ഓടെയാണ് മിസിസിപ്പിയിലെ നാച്ചസിലുള്ള ആദംസ് കൗണ്ടി കറക്ഷണൽ ഫെസിലിറ്റിയിൽ അക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഈ ജയിലിനുള്ളിലെ 25ഓളം വരുന്ന തടവുകാരായിരുന്നു പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് ആഡംസ് കൗണ്ടി ഷെരീഫ് ചുക്ക് മേഫീൽഡ് അറിയിച്ചു. പ്രശ്നക്കാരെ തിങ്കളാഴ്ച പുലർച്ചെയോടെ പൂർണ്ണമായും ജയിലിലടച്ചു. മറ്റ് ജീവനക്കാരെല്ലാം സുരക്ഷിതരായിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 24 വയസ്സുള്ള കാറ്റിൻ കാരിത്തേസ് എന്ന സീനിയർ കറക്ഷൻ ഓഫീസറാണ് കൊല്ലപ്പെട്ടത്. കലാപത്തിൽ പരിക്കേറ്റ മറ്റ് 16 പേരെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം വിട്ടയച്ചു. ഈ ജയിലിൽ നിന്ന് തടവ് പുള്ളികൾ രക്ഷപ്പെട്ടതായുള്ള വാർത്തകൾ അധികൃതർ നിഷേധിച്ചിട്ടുണ്ട്. ജയിലിലെ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2567 തടവുകാരെ പാർപ്പിക്കാൻ സൗകര്യമുള്ള ഈ ജയിലിൽ പ്രശ്നം നടക്കുന്ന സമയം 2000ഓളം തടവുകാരുണ്ടായിരുന്നു. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരെയും കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരെയുമാണ് ഈ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് ബരാക് ഒബാമ. G8 ഉച്ചകോടിക്കിടെയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. യൂറോസോണിൽ രൂപപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. അമേരിക്കയിലെ ക്യാമ്പ് ഡേവിഡിൽ G8 ഉച്ചകോടിയുടെ സമാപന ദിനം സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചത്. എന്നാൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കുമായി യൂറോപ്യൻ യൂണിയൻ കൈക്കൊണ്ട സാമ്പത്തിക അച്ചടക്ക നടപടികളെ അദ്ദേഹം പ്രശംസിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെലവ് ചുരുക്കൽ നടപടികളിലൂടെ പ്രതിസന്ധിയെ അതിജീവിക്കുന്നത് ഏറെ ക്രിയാത്മകമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണുമായി ചർച്ച നടത്തിയ ഒബാമ മേഖലയിൽ കൂടുതൽ സാമ്പത്തിക അച്ചടക്കത്തിന് സമ്മർദ്ദം ചെലുത്തുന്നതായും റിപ്പോർട്ടുണ്ട്. 2 ദിവസത്തെ G8 ഉച്ചകോടി യൂറോപ്യൻ സാമ്പത്തിക പ്രതിസന്ധിയും അനുബന്ധ വിഷയങ്ങളുമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടതെങ്കിലും ഇറാൻ, അഫ്ഗാൻ, ഊർജ്ജ, ഭക്ഷ്യ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള ഉപരോധം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള മേഖലയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയെക്കുറിച്ച് ഉച്ചകോടിയിൽ തയ്യാറാക്കപ്പെട്ട ഡേവിഡ് ക്യാമ്പ് പ്രഖ്യാപനത്തിൽ പരാമർശമുണ്ട്. ഇറാനുമായി ആണവ ചർച്ചകൾക്ക് G8 രാജ്യങ്ങൾ സന്നദ്ധമാണെന്നും പ്രഖ്യാപനത്തിലുണ്ട്. ആഫ്രിക്കൻ നേതാക്കളുമായി ചേർന്ന് പുതിയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിക്കും രൂപം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ വിപണിയിൽ നിന്ന് ജീപ്പ് റാംഗ്ലർ ശ്രേണിയിൽപ്പെട്ട 68,000 വാഹനങ്ങൾ തിരികെ എടുക്കാൻ കമ്പനി തീരുമാനിച്ചു. 2010 ശേഷം ഇറങ്ങിയ വാഹനങ്ങളാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരികെ എടുക്കാൻ തീരുമാനിച്ചത്. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ക്രിസ്ലർ ഗ്രൂപ്പ് അമേരിക്കൻ വിപണിയിൽ ഇപ്പോഴുള്ള ഏതാണ്ട് 68,000ഓളം വാഹനങ്ങൾ തിരികെ എടുക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എഞ്ചിന് തീപിടിക്കുന്ന സംഭവങ്ങൾ നടന്നതിനെ തുടർന്നാണ്
കമ്പനിയുടെ ജീപ്പ് റാംഗ്ലറുകൾ തിരികെ എടുക്കാൻ തീരുമാനിച്ചത്. 2010 ശേഷം പുറത്തിറങ്ങിയ ഈ മോഡലിലെ വാഹനങ്ങളാണ് കമ്പനി തിരികെ എടുക്കുന്നത്. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന എഞ്ചിന്റെ ചൂട് പുറത്തുവിടാനുള്ള സൗകര്യങ്ങളുടെ കുറവാണ് തീപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് 14ഓളം വാഹനങ്ങൾ ഇതേ രീതിയിൽ കത്തിപ്പോവുകയുണ്ടായി. ഇതേ തുടർന്ന് ദ നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷനും ഇതേ പ്രശ്നത്തിൽ പഠനം നടത്തിയിരുന്നു. ഇതിന്റെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അമേരിക്ക ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ മാത്രം കാണാൻ സാധിച്ച വലയ സൂര്യഗ്രഹണം ഇന്ന് നടന്നു. ലക്ഷക്കണക്കിന് പേരാണ് ഈ അപൂർവ പ്രതിഭാസം നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടത്. ഏഷ്യയിലും പടിഞ്ഞാറൻ അമേരിക്കയിലും ഇന്ന് പ്രകടമായ വലയ സൂര്യഗ്രഹണം ലക്ഷക്കണക്കിന് പേർ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടു. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രനെത്തുന്ന അപൂർവ പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. എന്നാൽ ഇന്നുണ്ടായ സൂര്യഗ്രഹണത്തിൽ സൂര്യനെ പൂർണ്ണമായും ചന്ദ്രന് മറയ്ക്കാൻ കഴിയാതെയുള്ള അവസ്ഥയായിരുന്നു. ഇതേ തുടർന്ന് ചന്ദ്രന് പിറകിലുള്ള സൂര്യൻ ഒരു വളയം പോലെ കാണപ്പെടും. ഇതിനെയാണ് വലയ ചന്ദ്രഗ്രഹണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ സൂര്യഗ്രഹണം പൂർണ്ണമായും കാണാനായുള്ളൂ. ജപ്പാന്റെ തെക്കൻ മേഖലകളിലും അമേരിക്കയുടെ പല ഭാഗങ്ങളിലുമാണ് സൂര്യഗ്രഹണം കാണാൻ സാധിച്ചത്. ജപ്പാൻ, ചൈന, തായ്വാൻ എന്നിവിടങ്ങളിലെ സ്കൂളുകളുടെയും ശാസ്ത്ര ക്ലബ്ബുകളുടെയും പ്രമുഖ സംഘടനകളുടെയും നേതൃത്വത്തിൽ എക്ലിപ്സ് ടൂറുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇത്തരം ടൂറുകൾ കരമാർഗവും ജലമാർഗവും വായുമാർഗവും നടത്തിയിരുന്നു. ടോക്കിയോയിലെ ഒരു പ്രമുഖ ടെലിവിഷൻ ചാനൽ വലയ സൂര്യഗ്രഹണം തത്സമയം സംപ്രേഷണം ചെയ്തു. ടോക്കിയോയിൽ ഗ്രഹണ സമയത്ത് ചെറിയ മഴ പെയ്തത് ഇത് കാണുന്നതിന് തടസ്സം സൃഷ്ടിച്ചു. 240 മുതൽ 300 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ മാത്രമേ ഈ ഗ്രഹണം പൂർണ്ണമായും കാണാൻ സാധിച്ചുള്ളൂ. കിഴക്കൻ ഏഷ്യയിലും വടക്കൻ അമേരിക്കയിലും വലയഗ്രഹണം ഭാഗികമായി കാണാൻ സാധിച്ചു. തങ്ങളുടെ ജീവിതത്തിലെ അപൂർവ നിമിഷമാണ് ഇന്നുണ്ടായതെന്നാണ് വലയഗ്രഹണം കണ്ടവരുടെ അഭിപ്രായം. അമേരിക്കൻ യുവതലമുറ പ്രമേഹ രോഗികളെ കൊണ്ട് നിറയുകയാണെന്ന് റിപ്പോർട്ട്. ആകെയുള്ളതിൽ 4/1 അമേരിക്കൻ യുവാക്കളും പ്രമേഹ രോഗത്തിന് അടിമകളാണെന്നും വെളിപ്പെടുത്തൽ. അമേരിക്കയിലെ യുവതലമുറ പ്രമേഹ രോഗത്തിന് അടിമകളാണെന്ന് പുതിയ പഠനം കണ്ടെത്തി. 1990-ൽ ഉണ്ടായിരുന്ന പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ നിന്നുള്ള ഒരു കുതിച്ചുകയറ്റമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുവാക്കളാണ് ജീവിതശൈലി രോഗങ്ങളിൽ കൂടുതലും അകപ്പെടുന്നത്. ഹൃദ്രോഗങ്ങളും ഇതിന്റെ ഭാഗമായി ഇവരെ വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ കീഴടക്കുന്നു. അമേരിക്കയിലെ ആകെ യുവജനങ്ങളിൽ 4/1 പേരും ഇത്തരം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ രോഗത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നവരോ ആണ്. 12 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അമേരിക്കക്കാരിൽ 23% പേരായിരുന്നു പ്രമേഹ രോഗത്തിന് അടിമകളായി 2008-ൽ ഉണ്ടായിരുന്നത്. ഇതിലും വൻ വർധനമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്ന് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ കണക്കുകളിൽ പറയുന്നു. ചെറുപ്രായത്തിൽ തന്നെ രക്തസമ്മർദ്ദം അനുഭവിക്കുന്നവർ 14%വും രക്തത്തിലെ LDLന്റെ അളവ് കൂടുതലുള്ളവരുടെ എണ്ണം 22%വും വരും. ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും അപകടകാരിയായി ഇപ്പോഴും നിലനിൽക്കുന്നത് പൊണ്ണത്തടി തന്നെ. ശരിയല്ലാത്ത ആഹാര രീതിയും വ്യായാമത്തിന്റെ കുറവും പ്രമേഹം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, പൊണ്ണത്തടി തുടങ്ങിയവയെ വിളിച്ചു വരുത്തുന്നതായും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇത്തരം രോഗങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് പ്രചരണ പരിപാടികൾ അടക്കമുള്ളവ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും അവ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ആവശ്യകതയാണ് CDCയുടെ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരം രോഗങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനായുള്ള പ്രചരണ പരിപാടികൾ അടക്കമുള്ളവ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും അവ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ആവശ്യകതയാണ് CDCയുടെ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥിക്ക് അമേരിക്കയിൽ തടവ് ശിക്ഷ. റൂംമേറ്റിന്റെ സ്വകാര്യ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തിയതാണ് ദാരുൺ രവി എന്ന ഇന്ത്യക്കാരനെതിരെയുള്ള കുറ്റം. സ്വവർഗാനുരാഗിയായ റൂംമേറ്റിന്റെ ദൃശ്യങ്ങൾ ഒളിക്യാമറ കൊണ്ട് ഒപ്പിയെടുത്ത കേസിൽ ഇന്ത്യൻ വംശജനായ ദാരുൺ രവിക്ക് 30 ദിവസത്തെ ജയിൽ ശിക്ഷ. 2010-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ടൈലർ ക്ലമന്റി ദാരുൺ രവിയുടെ റൂംമേറ്റ് ആയിരുന്നു. ക്ലമന്റി ഒരു സ്വവർഗാനുരാഗിയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ദാരുൺ രവി ക്യാമറയിലാക്കി. ഇത് പുറത്തറിയുമെന്ന് ഭയന്ന ക്ലമന്റി 2010 സെപ്റ്റംബറിൽ ന്യൂയോർക്കിലെ ജോർജ് വാഷിംഗ്ടൺ പാലത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഇതേ തുടർന്നായിരുന്നു കോടതി നടപടികൾ ആരംഭിച്ചത്. ന്യൂജേഴ്സിയിലെ കോടതിയിലായിരുന്നു ഈ കേസിലെ വാദം നടന്നത്. 30 ദിവസത്തെ തടവിനു പുറമെ 3 വർഷത്തെ നിർബന്ധിത സാമൂഹ്യ സേവനവും 11,000 രൂപ നഷ്ടപരിഹാരം അടയ്ക്കാനും സുപ്പീരിയർ ജഡ്ജി ഗ്ലെൻ ബർബാൻ ഉത്തരവിട്ടു. ഇക്കേസിൽ അപ്പീൽ പോകാനായി ദാരുൺ രവിക്ക് 10 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നുവെങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. മെയ് 31-നാണ് ദാരുൺ രവിയുടെ ജയിൽ ശിക്ഷ ആരംഭിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കേസ് സൈബർ കുറ്റകൃത്യം എന്ന നിലയിലും സ്വവർഗാനുരാഗികൾക്കെതിരെയുള്ള അതിക്രമം എന്ന നിലയിലും ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ക്ലമന്റി മറ്റൊരു പുരുഷനെ ചുംബിക്കുന്ന ദൃശ്യങ്ങളാണ് ദാരുൺ രവി വെബ് ക്യാമറ ഉപയോഗിച്ച് പകർത്തിയത്. തമിഴ്നാട് സ്വദേശിയായ രവി പഴനിയുടെയും സബിത രവിയുടെയും മകനാണ് ദാരുൺ രവി.
ഭൂമിയെ ലക്ഷ്യം വെച്ച് ഭീമൻ ഉൽക്ക വരുന്നതായി റിപ്പോർട്ട്. അടുത്ത വർഷത്തോടെ ഇത് ഭൂമിക്ക് അടുത്തെത്തും. എന്നാൽ ഇത് ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത തുലോം കുറവാണ്. അന്യഗ്രഹങ്ങൾ ഭൂമിയിൽ വന്ന് പതിക്കുമെന്ന ശാസ്ത്ര നിഗമനം യാഥാർത്ഥ്യമാകുമോ? അത്തരത്തിലൊരു സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് ശാസ്ത്രലോകത്തു നിന്നുള്ള മറുപടി. 1.5 ലക്ഷം ടൺ ഭാരമുള്ള ഒരു ക്ഷുദ്രഗ്രഹം ഭൂമിയോട് അടുക്കുന്നതായി ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ പറയുന്നു. DA-14 എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ക്ഷുദ്രഗ്രഹം അടുത്ത വർഷം ഫെബ്രുവരിയോടെ ഭൂമിയോട് അടുക്കുമെന്നാണ് ഇവരുടെ നിരീക്ഷണം. സ്പെയിനിലെ ലാസാഗ്ര വാന നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ അപഗ്രഥിച്ചാണ് ഇവർ ഇത്തരമൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ഈ ഗ്രഹം ഭൂമിയോട് അടുക്കുന്നതോടെ ഉപഗ്രഹ സംവേദന സംവിധാനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഗ്രഹം ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത കേവലം 0.031%. DA-14 സഞ്ചാരപാതയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരം വച്ചാണ് ഈ നിഗമനം. ഇത് ഭൂമിയോട് ഏറെക്കുറെ സമാനമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന്റെ പരിക്രമണ പഥം കൃത്യമായി നിർവഹിക്കാൻ നാസയിലെ ഒരു വിഭാഗം ജ്യോതിശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതോടെ ഗ്രഹം ഭൂമിക്ക് എത്രമാത്രം അടുത്തു വരുമെന്ന് നിർണ്ണയിക്കാനാകും. അടുത്ത ഫെബ്രുവരിക്ക് മുമ്പായി തന്നെ ഇത് കണ്ടെത്താനാകുമെന്നാണ് നാസയിലെ ശാസ്ത്രജ്ഞരെ ഉദ്ധരിച്ച് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ലഭിച്ച വിവരമനുസരിച്ച് ഭൂമിക്ക് 21,000 മൈൽ അടുത്ത് വരെ ഈ ഗ്രഹം എത്താം. ഭൂമിയിൽ ഉപഗ്രഹ സംവേദന തകരാറടക്കമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഈ അകലം മതിയാകും. ഇനി ശാസ്ത്രകഥകളിൽ പറയും പോലെ ഭൂമിയിൽ ഗ്രഹം വന്നിടിച്ചാൽ 1908 തുഷ്കുങ്കയിൽ ഉൽക്ക പതിച്ചതിന് സമാനമായ ദുരന്തമായിരിക്കാം സംഭവിക്കുക. 1908 തുങ്കുഷ്കയിൽ ഉൽക്ക പതിച്ചതിന് സമാനമായ ദുരന്തമായിരിക്കാം സംഭവിക്കുക. തുങ്കുഷ്കയിൽ ദുരന്തത്തിന്റെ 1000-ലേറെ ഏക്കർ വനമാണ് ഉൽക്കാപതനത്തിൽ നശിച്ചത്. തുങ്കുഷ്ക ദുരന്തത്തിൽ 1000-ലേറെ ഏക്കർ വനമാണ് ഉൽക്കാപതനത്തിൽ നശിച്ചത്. ഇനിയൊരു ഇടവേള. അമേരിക്കയിലെ ഏറ്റവും പ്രചാരമുള്ള മലയാള പ്രസിദ്ധീകരണം മലയാളി സംഗമം 10ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത് എഡിഷൻ ടൊറന്റോയിൽ നിന്നും. മലയാളി സംഗമം ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. ഡാളസ് ഫോർട്ട് വർത്തിലെ പ്രായമുള്ളവരും ഇൻഷുറൻസ് ഇല്ലാത്തവരുമായ രോഗികൾക്ക് ആശ്വാസമേകി ഗാർലൻഡിൽ ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററും ഡാളസ് കേരള അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് വിജയകരമായി സമാപിച്ചു. മെയ് 19 ശനിയാഴ്ച രാവിലെ 8 മണി മുതലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ഇതിൽ പങ്കെടുക്കാനായി രാവിലെ മുതൽ തന്നെ അസോസിയേഷന്റെ ഓഫീസ് പരിസരത്ത് ഡാളസ് ഫോർട്ട് വർത്ത് മേഖലകളിൽ നിന്ന് നിരവധി പേർ എത്തിച്ചേർന്നിരുന്നു. ഇതിനോടനുബന്ധിച്ച് കാർട്ടർ ബ്ലഡ് സെന്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ യുവാക്കൾ അടക്കമുള്ള നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ രാജീവ്, ഡോക്ടർ അംബിക നായർ, ഡോക്ടർ മെറീന വെങ്കാലിൽ എന്നിവർ രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തുകയും ആവശ്യമായവർക്കുള്ള നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. ഡാളസിൽ നിരവധി സംഘടനകളും ദേവാലയങ്ങളും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും കേരള അസോസിയേഷൻ ഓഫ് ഡാളസിന്റെ മെഡിക്കൽ ക്യാമ്പ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തത പുലർത്തുന്നു. അമേരിക്കയിലെയും ലോകത്തെ നാനാഭാഗങ്ങളിലെയും വിശ്വാസികളെ ടെലിഫോൺ ശൃംഖല വഴി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന പ്രാർത്ഥനാ സർവീസായ പ്രയർ ലൈനിന്റെ 4ാമത് കോൺഫറൻസ് മെയ് 24 മുതൽ 27 വരെ തീയതികളിൽ ബോസ്റ്റണിലുള്ള ഇന്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡ് ദേവാലയത്തിൽ നടക്കും. അനുഗ്രഹീത ദൈവദാസന്മാരും ദൈവദാസിമാരും വചനം സംസാരിക്കും. മാർത്തോമ ചർച്ച് ഇടവക വികാരിയായിരുന്ന വർഗീസ് മാത്യു അച്ഛന് ഏപ്രിൽ മാസത്തെ അവസാനത്തെ ആരാധനയ്ക്ക് ശേഷം ഇടവക വൈസ് പ്രസിഡന്റ് മാത്യു ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. അച്ഛന്റെ ഇടവകയിലെ സേവനത്തെയും ഇടവക ഭരണത്തിലെ നൈപുണ്യത്തെയും പട്ടത്വ ശുശ്രൂഷയിലെ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ അനുമോദനവും ഇതിനോടനുബന്ധിച്ച് നടന്നിരുന്നു. ട്രസ്റ്റി ജോർജ് തോമസ് ഇടവകയുടെ പാരിതോഷികവും സിൽവർ ജൂബിലി പ്ലാക്കും അച്ഛന് സമ്മാനിച്ചു. ഇനി കേരള ഡെസ്ക്. അനന്തപുരിയിൽ മാമ്പഴഗന്ധം നിറയുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് ഫലവർഗത്തിലെ ഈ രാജകുമാരിയെ നഗരത്തിലേക്ക് എത്തിച്ചത്.
ഒന്നും രണ്ടുമല്ല, നൂറുകണക്കിന് ഇനങ്ങളിലുള്ള തേനൂറുന്ന മാമ്പഴങ്ങളാണ് ഈ മേളയിൽ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. വിറ്റാമിൻ റിച്ച് കൂടിയ അല്ലെങ്കിൽ പോഷക വളരെയേറെ കൂടിയ ഈ മാങ്ങയെ ഒഴിവാക്കിക്കൊണ്ട് അന്യ രാജ്യങ്ങളിലുള്ള റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, സ്ട്രോബെറി അങ്ങനത്തെ ഫ്രൂട്ടിലേക്ക് മാറുന്ന ഒരു മൈൻഡ് സെറ്റിംഗാണ് കേരളയുടെ മനസ്സിലുണ്ടായത്. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇതിനെ ഒന്നുകൂടെ പോപ്പുലറൈസ് ചെയ്യണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നാഷണൽ മാംഗോ ഫെസ്റ്റ് തുടങ്ങിയത്. ഒരിക്കൽ നമ്മുടെ പറമ്പുകളിൽ സുലഭമായി വിളഞ്ഞിരുന്ന മാങ്ങയെ നാം സ്ഥലപരിമിതിയുടെയും മറ്റ് പല അസൗകര്യങ്ങളുടെയും കാരണം പറഞ്ഞ് ഒഴിവാക്കി. നമ്മുടെ നാട്ടിൽ സുലഭമായി വിളഞ്ഞിരുന്ന ഇനം മാങ്ങകളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയും വിദേശ ഇനത്തിലുള്ള മാങ്ങകളും വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 3ാമത് അന്താരാഷ്ട്ര മാമ്പഴോത്സവത്തിൽ അണിനിരത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഏതൊരു മേളയെക്കാട്ടിലും മാംഗോ ഫെസ്റ്റിന് ജനങ്ങൾ ഒരുപാട് അകത്ത് വരികയും ഒരുപാട് ഇതിൻ്റെ പ്രയോജനം മനസ്സിലാക്കുകയും ഒരുപാട് മാങ്ങ നമുക്ക് സെയിൽസ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കർണാടക സ്റ്റേറ്റിൽ നിന്ന് മാംഗോ ഗ്രോവേഴ്സ് അസോസിയേഷൻ, തമിഴ്നാട് മാംഗോ ഗ്രോവേഴ്സ് അസോസിയേഷൻ, പോണ്ടിച്ചേരി, അതുപോലെ നമ്മുടെ മുതലമട മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമട പാലക്കാട്, അവരുടെ മാംഗോ ഗ്രോവേഴ്സ് അസോസിയേഷൻ, ഇങ്ങനെ പല മാംഗോ ഗ്രോവേഴ്സ് അസോസിയേഷൻ അവരവരുടെ സ്റ്റേറ്റിലുള്ള ആ തനതായ മാങ്ങ, ഫോർ എക്സാമ്പിൾ മാങ്ങയിൽ ഏറ്റവും ടേസ്റ്റ് എന്നറിയപ്പെടുന്ന മല്ലിക, അൽഫോൻസ, ഹിമാപസന്ത്, ബംഗനപ്പള്ളി, ബംഗ്ലൂര, സിന്ദൂരം തൊട്ട് നമ്മുടെ നാടൻ ഇനങ്ങളായ കോട്ടുകോണം. പൊതുമാർക്കറ്റുകളിൽ സ്വർണ്ണവർണ്ണത്തോടെ ചിരിക്കുന്ന മാമ്പഴങ്ങൾ വാങ്ങി നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ ഇന്ന് രക്ഷിതാക്കൾക്ക് പേടിയാണ്. രാസവസ്തുക്കളാണ് മാങ്ങയുടെ ഈ സുന്ദര നിറത്തിനായി ഇവർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ മാമ്പഴോത്സവത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത ഇനം മാങ്ങകൾ മാത്രമേ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ നാടൻ ഇനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും തോന്നും ഇതൊക്കെ ഒന്ന് കാൽഷ്യം കാർബൈഡിൽ പഴുപ്പിച്ച മാങ്ങയാണ്, വിഷമാണെന്നൊക്കെ തോന്നും. ഈ മേളയുടെ അതൊരു പ്രത്യേകതയാണ്. വൈക്കോലിൽ പഴുപ്പിച്ച മാങ്ങ മാത്രമേ ഇവിടെ സെയിൽ നടത്താൻ പാടുള്ളൂ എന്നുള്ള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കർശനമായ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ മാങ്ങയും അങ്ങനെ പഴുപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്കത് ധൈര്യമായിട്ട് നമുക്കും നമ്മുടെ കുട്ടികൾക്കും കൊടുത്ത് അത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മൾ മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വൈക്കോലിൽ പഴുപ്പിച്ച മാങ്ങയ്ക്ക് പ്രത്യേകതരം മണമുണ്ട്. ആ മാങ്ങ എടുത്ത് നമ്മൾ മണപ്പിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു മണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഈ കനകക്കുന്ന്, ഈ സൂര്യകാന്തി, ഈ പറയുന്ന ഈ പാലസിൻ്റെ എല്ലാ സ്ഥലത്തും ആ മാങ്ങയുടെ ഗന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പ്രത്യേകത കാൽഷ്യം കാർബൈഡ് ഒഴിവാക്കിയിട്ടുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2 തവണയും മേള സംഘടിപ്പിച്ചപ്പോൾ കിട്ടിയ ജനപിന്തുണയാണ് ഇത്തരമൊരു മാമ്പഴോത്സവം വീണ്ടും സംഘടിപ്പിക്കാൻ സംഘാടകരെ പ്രേരിപ്പിച്ചത്. മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒരു മാമ്പഴക്കാലത്തിന് കൂടി സമാപനമാകുമ്പോൾ നമ്മുടെ പുതുതലമുറയ്ക്ക് കൂടി അവയെ പരിചയപ്പെടുത്താനും അവയുടെ തേനൂറും രുചി നാവിലേക്ക് പകർന്നു നൽകാനും ഈ മേളയ്ക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാനും ഉത്തര കൊറിയയ്ക്കും താക്കീത് നൽകിക്കൊണ്ട് G8 ഉച്ചകോടിക്ക് അവസാനം. യൂറോപ്പിലെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് ഒബാമ. അപൂർവമായി മാത്രം നടക്കാറുള്ള വലയ സൂര്യഗ്രഹണം ലക്ഷക്കണക്കിന് പേർ വീക്ഷിച്ചു. റൂംമേറ്റിന്റെ സ്വകാര്യ നിമിഷങ്ങൾ രഹസ്യ ക്യാമറയിൽ പകർത്തിയ കേസിൽ ദാരുൺ രവിക്ക് 30 ദിവസത്തെ ജയിൽ ശിക്ഷ. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.